അബുദാബി ഷെയ്ഖിൻ്റെ ഡിമാൻഡ് പ്രകാരം എഞ്ചിനീയറിംഗ് ടീം ഒരു സീഷൽ ഷേപ്പിലൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൺസ്ട്രക്ഷൻ്റെ അവസാന ഫേസിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് സംഭവിച്ചു. ബിൽഡിങ്ങിൻ്റെ സ്റ്റീൽ ഫ്രെയിം ഒരു സൈഡിൽ നിന്നും ചെരിഞ്ഞിരുന്നു. അതിനാൽ അവർക്ക് പകുതി കൺസ്ട്രക്ഷൻ പിന്നെയും ചെയ്യേണ്ടി വരും. ഒരു വശത്ത് അബുദാബിയിൽ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൻ്റെ റേസ് നടക്കാൻ പോവുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു ടൈമും ഉണ്ടായിരുന്നില്ല ഇത് ഉണ്ടാക്കാൻ. മറുവശത്ത് കൺസ്ട്രക്ടർ ടീം ഒരു ഡെഡ് ലോക്കിലാണ് വന്നു വീഴുന്നത്. ടോക്ക് വിത്ത് അൽഫാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബുദാബിയുടെ മുമ്പത്തെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ലോകത്തിൽ 4ാം സ്ഥാനത്താണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. 94 ഓയിൽ ബാരൽസ് അല്ലാതെ ഇവരുടെ ഫാമിലിക്ക് 830 ബില്യൻ്റെ വെർത്താണുള്ളത്. അതുകൊണ്ടാണ് ദുബായ് എന്ന കൺട്രീസിൽ ഖലീഫയുടെ സഹായം ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയാമായിരിക്കാം. ബുർജ് ഖലീഫ ഫസ്റ്റ് ബുർജ് ദുബായ് എന്നായിരുന്നു പേര്. എന്നാൽ കൺസ്ട്രക്ഷനിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം അവർക്ക് അവിടെ കൺസ്ട്രക്ഷൻ നിർത്തേണ്ടി വന്നു. എന്നാൽ ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഷെയ്ഖ് ഖലീഫ അവർക്ക് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ബുർജ് ദുബായിയുടെ പേര് ബുർജ് ഖലീഫ എന്നാക്കിയത്. ഷെയ്ഖ് ഖലീഫ അബുദാബിയിലും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഡ്രീംസ് കണ്ടിരുന്നു. അദ്ദേഹം ഓയിലില്ലാതെ എക്കണോമിയെ വളർത്താൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം അൽ റാഹ ബീച്ചിലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൽ ബീച്ച് റിസോർട്ട്സ്, ഷോപ്പിംഗ് മാൾസ്, പാർക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിനായി കുറേ ലക്ഷറി ഐറ്റംസും വെസ്റ്റേൺ ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടായിരിക്കും. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം വരുമായിരുന്നു. അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനും അൽ റാഹ ബീച്ചിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഷെയ്ഖ് ഖലീഫ അബുദാബിയിലെ ലാർജസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഈ ബിൽഡിങ്ങിന് അൽദാർ പ്രോപ്പർട്ടീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആവണമായിരുന്നു. അൽദാർ പ്രോപ്പർട്ടീസ് ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പാർട്ട്ണർ കമ്പനിയായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ആരും ചെയ്യാത്തൊരു ഡിസൈൻ ആവണമായിരുന്നു. ആൾക്കാർ അതിനെ നോക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവണമായിരുന്നു. ആ കാലത്ത് അബുദാബിയിൽ നിന്നും കുറച്ച് ദൂരമുള്ള ദുബായിൽ ഓരോ ബിൽഡിങ്ങിന് ശേഷം ഓരോ ബിൽഡിംഗ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു യുണീക്ക് ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കൺസ്ട്രക്ഷൻ ടീമിന് ഒരു ഐഡിയ ലഭിച്ചു. ആ ഐഡിയ ഒരു സീഷെല്ലിൻ്റെ ഷേപ്പിൽ നിന്നാണ് വന്നത്. ഈ ഡിസൈൻ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ടഫായിരുന്നു. 25 ഫ്ലോർസ് വലുതായ ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു ബിൽഡിംഗ്, അതിൻ്റെ സൈസ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിനേക്കാൾ വലുതാവണം. അതിൻ്റെ കർവ്ഡ് ഗ്ലാസ് ഔട്ട്വേർഡ്സ് 4 ഫുട്ബോൾ ഫീൽഡിനേക്കാൾ വലുതാവണം. കടലിൻ്റെ മേലെ ഒരു ആർട്ടിഫിഷ്യൽ ലാൻഡിൽ അത് ഉണ്ടാക്കാൻ ഈ ലോകത്ത് ആരും അത് ചെയ്തിട്ടുണ്ടാവില്ല. നോർമലി സ്ക്വയറും റെക്റ്റാങ്കിളുമായ കുറേ സ്കൈ സ്കേപ്പേഴ്സ് അവിടെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അതിന് എൻജിനീയേഴ്സിന് പുതിയൊരു മൈൻഡിൽ അത് കൺസ്ട്രക്ട് ചെയ്യണമായിരുന്നു. ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ഷെയ്ഖിൻ്റെ അപ്രൂവ് കിട്ടിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഒരു ആർട്ടിഫിഷ്യൽ ലാൻഡ് ഉണ്ടാക്കണമായിരുന്നു. ബിക്കോസ് അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിംഗ് വരുന്നതിൻ്റെ സ്ഥലം ഇപ്പോഴും ഒരു കടലാണ്. അതിന് 26 ഫീറ്റ് താഴ്ച ഉണ്ടായിരുന്നു. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കുറേ മണൽ വേണമായിരുന്നു. അതിനാൽ ഈജിപ്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന സിറ്റി സ്റ്റാർസ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂൾ നിറക്കാൻ പറ്റുന്ന അത്രയും മണൽ വേണമായിരുന്നു ഇവർക്ക്. 30 മില്യൺ ക്യൂബിക് മീറ്ററിൽ മണലിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലാൻഡ് ഉണ്ടാക്കി. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വലിയൊരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ലാൻഡിനെ കുഴിച്ചു നോക്കിയപ്പോൾ മണലിൻ്റെ ഉള്ളിൽ നിന്ന് കടലിൻ്റെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ അവസ്ഥയിൽ അവരൊരു ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ എത്രയും പെട്ടെന്ന് തകർന്നു വീഴുമെന്ന് അവർക്കറിയാമായിരുന്നു. ഈ കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി എൻജിനീയേഴ്സ് ഒരു ഡി വാൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനെ ഡയാഫാം വാൾ എന്നും അറിയപ്പെടും. സാൻഡിൻ്റെ അടിയിൽ 100 മീറ്റർ താഴെ കോൺക്രീറ്റ് വാൾസ് ഇട്ടിരുന്നു. ബിക്കോസ് കടലിൻ്റെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. ഡി വാൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു വലിയ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കിയിരുന്നു. ബിക്കോസ് താഴ്ന്നു പോലും കടലിൻ്റെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലായിരുന്നു. ഈ സ്ലാബ് എത്ര വലുതായിരുന്നു, അതിന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി 2000 ട്രക്സ് ഉപയോഗിച്ചിരുന്നു.
ഇനി അടുത്ത പണിയാണ് ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ. നോർമലി ബിൽഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി അവർ സ്റ്റീൽ പൈൽസിൻ്റെ താഴെ കല്ല് വരെ ഡ്രില്ല് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ബിൽഡിംഗ് നല്ല ശക്തിയോടെ നിൽക്കുവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സ് ബാക്കിയുള്ള ബിൽഡിങ്ങിനേക്കാൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഒന്നാമത്തെ കാര്യം അത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു കടലിൻ്റെ മേലെ ഒരു ആർട്ടിഫിഷ്യൽ ലാൻഡിലാണ്. രണ്ടാമത്തെ കാര്യം അതിന് ഭയങ്കര എയർ പ്രഷർ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫൗണ്ടേഷൻ പൈൽസ് ഇടുന്നതിന് മുമ്പ് അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്ര വിൻഡ് പ്രഷർ അടിക്കുമെന്ന് നോക്കണമായിരുന്നു. അതിനാൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ വിൻഡ് ടണൽ ടെസ്റ്റിനായി അയച്ചു. വിൻഡ് എഞ്ചിനീയേഴ്സ് കുറേ ആംഗിളിൽ നിന്നും വിൻഡ് അടിച്ചു. എന്നാൽ ഒരു കോംപ്ലക്സ് ഡിവൈസ് കൊണ്ടാണ് അതിൻ്റെ ഫോഴ്സസ് മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ മെഷർ ചെയ്തുകൊണ്ട് എഞ്ചിനീയേഴ്സ് അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ താഴെ 400 സ്റ്റീൽ പൈപ്പ്സ് ഇടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ബുർജ് ഖലീഫയിൽ 192 സ്റ്റീൽ പൈപ്പ്സ് ഉപയോഗിച്ചിരുന്നുള്ളൂ. സ്റ്റീൽ പൈപ്പ്സ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അടുത്ത ചലഞ്ചായിരുന്നു ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ. ആ റൗണ്ട് ഷേപ്പ് ഒരു സീഷലിൻ്റെ ഷേപ്പ് പോലെ ആവണമായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ സൈഡ്സിൽ നിന്നും വിൻഡോ പാനൽസ് ഉണ്ടാക്കണമായിരുന്നു. ഈ വിൻഡോ പാനൽസിലൂടെ പേർഷ്യൻ ഗൾഫിൻ്റെ മനോഹരമായ വ്യൂ കാണണമായിരുന്നു. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് 2 വഴികളുണ്ട്. ഒന്ന്, കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി അതിനൊരു ഗ്ലോബ് ഷേപ്പ് ആക്കണമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് കുറേ ടൈം വേണമായിരുന്നു. പക്ഷേ എൻജിനീയേഴ്സിൻ്റെ കയ്യിൽ അത്ര ടൈം ഉണ്ടായിരുന്നില്ല ഇതുണ്ടാക്കാൻ. ബിക്കോസ് അബുദാബിക്ക് ഫോർമുല 1 റേസ് ഹോസ്റ്റ് ചെയ്യണമായിരുന്നു. അത് കാണാൻ വേണ്ടി ലോകത്തിൽ നിന്ന് കുറേ ആൾക്കാർ വരുമായിരുന്നു. അതുകൊണ്ട് ഷെയ്ഖിൻ്റെ ആഗ്രഹം ഫോർമുല 1 റേസിൻ്റെ മുമ്പ് തന്നെ അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാകണമെന്നായിരുന്നു. അതിനാൽ അദ്ദേഹം കൺസ്ട്രക്ഷൻ ടീമിന് കൊടുത്തിരിക്കുന്ന ടൈം 30 മാസം മാത്രമായിരുന്നു. അതിൽ നിന്നും 5 മാസം ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതിനാൽ അവർ ടൈമിനെ സേവ് ചെയ്യാൻ നോക്കിയിരുന്നു. അതിനാൽ അവർ 2 കോൺക്രീറ്റുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പാനൽസ് ഉണ്ടാക്കണമെന്നായിരുന്നു പ്ലാൻ. ഇങ്ങനെ 2 കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ എടുത്തിരിക്കുന്ന ഹൈറ്റ് 125 മീറ്റർ ആയിരുന്നു. ആ ഹൈറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക് സ്ലിപ്പ് ഫോം എന്നായിരുന്നു പേര്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന 2 കോഴ്സ് ആയിരുന്നു. ആ കോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി 6 മാസമായിരുന്നു അവർ എടുത്തിരുന്നത്. അതിനാൽ 6500 ടൺ സ്റ്റീലായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിൽ ആകെ 19 മാസം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇനിയും കുറേ പണികളുണ്ടായിരുന്നു. അവർക്ക് ഗ്ലാസ് ഫസാഡ് ഉണ്ടാക്കണമായിരുന്നു. എന്നാൽ അവർക്ക് ഇൻറ്റീരിയർ ഡിസൈൻസും ഉണ്ടാക്കണമായിരുന്നു. നോർമൽ ബിൽഡിങ്സിൻ്റെ സ്റ്റീലിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ആയിരുന്നു. പക്ഷേ അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കുറച്ച് വളഞ്ഞിട്ടായിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് പൊട്ടിച്ചായിരുന്നു അവർക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റ്സിൻ്റെ ഒരു ഫുൾ ടീം 2500 ടൺ സ്റ്റീൽ വെച്ച് ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയിലായിരുന്നു. എല്ലാ ഫ്രെയിമും 30 ടണ്ണിൻ്റെ വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 100 ഫ്രെയിംസ് ആയിരുന്നു അവർക്ക് സൈഡ് ബൈ സൈഡ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഇതൊരു ജയൻറ്റ് പസിൽ പോലെയായിരുന്നു. ഈ സ്റ്റീൽ ഫ്രെയിംസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ഫ്രെയിമിൻ്റെ ഒരു വെയിറ്റ് 25 സിഡാൻ കാർസിൻ്റെ അത്രയായിരുന്നു. എന്നാൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ കോഴ്സിൻ്റെ പണി അവർ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത് വളരെ ടൈം ടേക്കിംഗ് പണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻജിനീയേഴ്സിന് ഇൻറ്റീരിയർ പണി ചെയ്യണമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ് പാനൽസും ഉണ്ടാക്കണമായിരുന്നു. ഇതിൻ്റെ സ്റ്റീൽ ഫ്രെയിമിൽ 25,000 ഗ്ലാസ് പാനൽസ് ആയിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിൻ്റെ സൈസ് 52 ബാസ്കറ്റ്ബോൾ കോർട്സിനേക്കാൾ വളരെ അധികമായിരുന്നു. ഇതൊരു നോർമൽ ഗ്ലാസ് പാനൽസ് ആയിരുന്നില്ല. ഇതൊരു കർവ്ഡ് ഗ്ലാസ് പാനൽസ് ആയിരുന്നു. ഈ ഒരു ഗ്ലാസ് പാനൽസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഫാക്ടറി തന്നെ അവിടെ അടുത്തേക്ക് ഉണ്ടാക്കിയിരുന്നു. സ്റ്റീൽ പാനൽസ് ഉണ്ടാക്കുന്തോറും ഗ്ലാസ് വർക്കേഴ്സും ഗ്ലാസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സമയം ഭയങ്കര വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻജിനീയറിംഗ് ടീം ഒരു യുദ്ധമായിരുന്നു ചെയ്തിരുന്നത്. ആ യുദ്ധം ഒരു ടൈമിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് അവർക്ക് അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൽ 85 വാഷ്റൂംസ് ഉണ്ടാക്കണമായിരുന്നു. എൻജിനീയറിംഗ് ടീം ഇതിനു വേണ്ടി നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. അവർ പ്രീ ഫാബ്രിക്കേറ്റഡ് വാഷ്റൂംസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൽ എല്ലാ കാര്യങ്ങളും പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. പ്ലാൻ വളരെ സിമ്പിളായിരുന്നു.
പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാഷ്റൂംസ് ക്രെയിനിൽ ലോഡ് ചെയ്തുകൊണ്ട് അൽദാർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ താഴത്തേക്ക് കൊണ്ടുവെക്കുക. ഇങ്ങനെ ചെയ്യാനുള്ള ഐഡിയ വളരെ നല്ലതായിരുന്നു. പക്ഷേ അതിനു വേണ്ടി ഷെയ്ഖ് ഈ വാഷ്റൂമിൻ്റെ മൊഡ്യൂൾസിൻ്റെ ഡിസൈൻസ് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഷെയ്ഖിന് ഈ ഐഡിയ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ വാഷ്റൂമിൻ്റെ മൊഡ്യൂൾസ് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ പുതിയ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പക്ഷേ ഇതിന് കുറേ സമയം വേണമായിരുന്നു. അതിനുവേണ്ടി സ്റ്റീൽ ഫ്രെയിംസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ടോപ്പിലുള്ള കുറച്ച് പാനൽസ് മാത്രം വെച്ചിരുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഉള്ളിലൂടെയാണ് വാഷ്റൂം മൊഡ്യൂൾസ് അയക്കുക. ഒരു വശത്ത് ഭയങ്കര സ്പീഡിൽ ഗ്ലാസ് പാനൽസ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മറുവശത്ത് വാഷ്റൂമിൻ്റെ മൊഡ്യൂൾസ് ലേറ്റ് ആയതിനാൽ അവർ ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു. ബിക്കോസ് ടോപ്പിലത്തെ സ്റ്റീൽ പാനൽസ് കൺസ്ട്രക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. അത് കുറച്ച് ദിവസം കൊണ്ട് അവരെ കുറെ ഉപദ്രവിക്കുമായിരുന്നു. 12 ടൺ വെയിറ്റ് ആയിട്ടുള്ള 85 വാഷ്റൂംസ് അവർ സൈറ്റിലെത്തിയിരുന്നു. അങ്ങനെ ഈ 85 വാഷ്റൂംസ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലത്തെ പാനൽസ് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനൊരു ഭയങ്കര വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ബിക്കോസ് സ്റ്റീൽ ഫ്രെയിമിൻ്റെ ഒരു ഭാഗം 6 ഇഞ്ച് താഴെ പോയിരുന്നു. അതിനർത്ഥം ആ സ്റ്റീൽ ഫ്രെയിംസ് എല്ലാം അഴിച്ച് പിന്നെയും ഒരു റീസ്റ്റാർട്ട് പോലെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല. ബിക്കോസ് ആകെ 8 മാസം മാത്രമേ അവർക്കുള്ളൂ. അൽദാറിൻ്റെ കർവ്ഡ് ഷേപ്പ് മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ തിങ്. ഇതിലുള്ള സ്റ്റീൽ സെക്ഷൻ്റെ വെയിറ്റ് മൊത്തം അതിൻ്റെ ഫൗണ്ടേഷനിലായിരുന്നു പോയിരുന്നത്. അതിനാൽ ഒരു സ്റ്റീൽ പാനൽസ് അവർ മാറ്റിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് മൊത്തം വീഴാനുള്ള നല്ല സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയൊരു പ്രോബ്ലം ആയിരുന്നു കൺസ്ട്രക്ഷൻ ടീമിന്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺസ്ട്രക്ഷൻ ടീമിനൊരു ഐഡിയ വരുന്നത്. കോഴ്സിന് മേലെ ഒരു ലോഡ് ബെയറിംഗ് വാൾ ഉണ്ടാക്കി അതിൻ്റെ മേലെ ഹൈഡ്രോളിക് ജാക്സ് വെച്ചുകൊണ്ട് സ്റ്റീൽ പാനൽസിനെ ലിഫ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2 സൈഡിലും അവർ ഹൈഡ്രോളിക് ജാക്സ് കൊണ്ട് അതിനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ സ്റ്റീൽ പാനൽസിൻ്റെ ഹൈറ്റ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ വന്നു. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് സ്റ്റീൽ പാനൽസും വെച്ചുകൊണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അബുദാബിയിൽ നടക്കാൻ പോണ ഫോർമുല 1 റേസ് ഗ്രാൻഡ് പ്രിക്സിൻ്റെ മുമ്പായിട്ട് തന്നെ അൽദാർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ടീം ഒരു വലിയൊരു ബിൽഡിംഗ് 30 മാസം ടൈം കൊണ്ട് ഉണ്ടാക്കിയത് വളരെയധികം അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ലോകത്തിൽ എല്ലാവരും മറക്കുകയില്ല. നിങ്ങൾക്ക് ടോക്ക് വിത്ത് അൻഫാസിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.